നമുക്ക് തിരിച്ച് തൃശ്ശൂരിലേക്കൊന്ന് പോകണ്ടേ? അവിടെ ജെയ്സണും ജെൻസിയും ബോൺ നത്താലയുമായി കാത്തിരിക്കുകയാണ്. സ്വരാജ് റൗണ്ടിൽ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ജെയ്സൺ ചാമുളപ്പിൽ, ജെൻസി ജേക്കബ്, ആഘോഷം തുടങ്ങുമല്ലേ? തീർച്ചയായും സുജയ, നമ്മൾ ആഘോഷം തുടങ്ങാൻ പോവുക തന്നെയാണ്. ജെൻസിയാണ് ഇപ്പോൾ അതിനെ നമ്മൾ നയിക്കുന്നത്. അപ്പോൾ ആദ്യം ജെൻസിയാണ് പറയട്ടെ, എങ്ങനെയുണ്ട് തുടക്കം? തുടങ്ങാറായി. അല്പസമയത്തിനകം ഇവിടെ ബോണ്ടഥാലെ ഈ റാലി ഇവിടെ തുടങ്ങും. എല്ലാവരും അണിനിരന്ന് കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ നമ്മൾ സ്വരാജ് റൗണ്ടിലേക്ക് കടക്കും. എത്ര പേര് നിങ്ങളിപ്പോൾ പറഞ്ഞിട്ട് കുറച്ച് നേരമായി നമ്മൾ ആളുകളൊക്കെ അണിനിരന്ന് കഴിഞ്ഞിട്ടുണ്ട്? എത്ര പേര് ഏകദേശം കണ്ടു? ഏകദേശം എന്റെ കണ്ണിലൊരു 10,000-ൽ മേലെ എന്തായാലും പെട്ടിട്ടുണ്ടാവും. ഒരു 15,000 പേരുണ്ടെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ. ഏതൊക്കെ പ്രായത്തിലുള്ള ആളുകളൊക്കെ ഉണ്ട്? പ്രായം ഒരു LKG മുതൽ ഒരു 60 വയസ്സ് വരെയുള്ള ആളുകൾ ഉണ്ട് ഇവിടെ. ചെറിയ പ്രായം തൊട്ടുള്ള കുരുന്നുകൾ മുതൽ വയസ്സായവർ, എല്ലാ പ്രായത്തിലുള്ളവരും ഉണ്ട്. എല്ലാ ജാതി മതഭേദമന്യേ നടക്കുന്ന ഒരു ആഘോഷമാണ്. എല്ലാ ജാതിയിൽപ്പെട്ടവരും ഉണ്ട്. നമുക്ക് ഇത് പാടും പാതിരി ആടും പാതിരി നമ്മുടെ കൂടെ അവിടെ തുടങ്ങിയാലോ? നമുക്ക് ആടും പാതിരി എങ്ങനെ ആടും പാതിരി എന്ന് പേര് വന്നത്? അതെ, ഞാൻ ഡാൻസ് ഫീൽഡിൽ ഉള്ള ഒരാളായിരുന്നു. പിന്നീട് അച്ഛനാവാൻ പോയി. അതിനുശേഷം അച്ഛന്മാരൊക്കെ ഡാൻസിനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ പതുക്കെ ഡാൻസ് ഇങ്ങനെ തുടങ്ങി. അപ്പോ ദീപിക പത്രത്തിലാണ് ആദ്യം ഇങ്ങനെ ആടും പാതിരി ഒരു പ്രോഗ്രാം വന്നപ്പോ ഒരു ക്യാപ്ഷൻ കൊടുത്തത്. അങ്ങനെ പിന്നെ മീഡിയയിൽ കംപ്ലീറ്റ് ആടും പാതിരി എന്ന് അറിയപ്പെട്ട് തുടങ്ങി. അങ്ങനെയാണ് പല ഡാൻസ് നർത്തകനും അച്ഛനാവാൻ കഴിയും. നർത്തകന് തീർച്ചയായിട്ടും അച്ഛനാവാൻ പറ്റും. ആടാ അതിപ്പോ നടക്കാണ്. നമ്മുടെ ആടുംപാതിരിനൊപ്പം ആടല്ലേ സാറല്ലേ? അന്നാ ഒരു ചെറിയൊരു പാട്ട്, നമുക്ക് ഏത് പാട്ടാണ് നമുക്ക് വേണ്ടത്? സ്പീഡിൽ നടക്കാം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡാൻസ് ഏത്? ഡാൻസ് ഇപ്പൊ ഇതില് വന്നിട്ടുള്ള ഇപ്പൊ ഈ പാട്ട് കേട്ടോണ്ടിരിക്കുന്ന പാട്ടില്ലേ, ക്രിസ്മസ് ക്രിസ്മസ് മെറി ക്രിസ്മസ് ബോണത്താലെ. അത് അവിടെ എത്തിയിട്ട് നമ്മൾ റൗണ്ടിൽ നമുക്ക് പാട്ട് കേട്ടാലേ ആ ഒരു എനർജി വരത്തുള്ളൂ. അതിനുശേഷം പാട്ട് കേട്ടാലേ റൗണ്ടിൽ കയറിയിട്ടാണ് ഞങ്ങൾക്ക് കളിക്കാനായിട്ടുള്ള ഒരു അനുമതി. അച്ഛനായിട്ടൊരു അനുമതി തെറ്റിക്കണ്ട. പിന്നെ ഇതിന്റെ ഒരു കളർഫുൾ ആയിട്ടുള്ള സംഗതി നമ്മുടെ തൃശ്ശൂര് പൂരം, പുലിക്കളി, ബോണത്താലെ, ഈ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു തൃശ്ശൂരിന്റെ ആ ഒരു പാരമ്പര്യം എന്താ നമ്മുടെ? ഇവിടെ സാംസ്കാരിക തലസ്ഥാനമാണ്. എല്ലാവരും ഒരു ആഘോഷത്തിന്റെ മൂടാണ് തൃശ്ശൂർക്കാർക്ക് എപ്പോഴും. പൂരമായാലും പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും ഒക്കെ ഓണായാലും എല്ലാതും ആയാലും നല്ല ആഘോഷമാണ് എല്ലാവരും. ആഘോഷം അച്ഛന്റെ ലൈഫിൽ ഇപ്പൊ സുജയ പാർവതിയാണ് അവിടെ. സുജയ പാർവതി എന്നോട് പറഞ്ഞത് നമുക്ക് അച്ഛനെ ക്രിസ്മസിനന്ന് കിട്ടുമെന്ന്. അച്ഛനെ വിളിച്ചപ്പോഴാണ് അച്ഛൻ വീട്ടിൽ പോകാൻ. ഞാൻ വീട്ടിൽ പോവാ. ഈ തൃശ്ശൂരിന്റെ ഈ കൾച്ചർ അച്ഛന്റെ ഈ കലാ ഇതിൽ ജീവിതത്തിൽ സപ്പോർട്ടിംഗ് ആയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഞാനൊരു കലാകാരനാണ് ബേസിക്കലി. അപ്പോ ഞാൻ അച്ഛനായപ്പോ തൃശ്ശൂർക്കാരായിട്ടുള്ള പിതാക്കന്മാരാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മള് കൾച്ചർ ഇല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് കിട്ടില്ലായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് സപ്പോർട്ട് കിട്ടി. അങ്ങനെ ഈ തൃശ്ശൂരിന്റെ മണ്ണാണ് ശരിക്കും എനിക്ക് ഇങ്ങനെ പ്രോത്സാഹനം നൽകുന്നത്. സുജിയ, നമ്മളിപ്പോ അച്ഛനോട് ചോദിക്കുന്നത് ഇതിന്റെ ഒരു പൂർണ്ണ രൂപത്തിൽ വരണമെങ്കിൽ സ്വരാജ് റൗണ്ടിലേക്ക് എത്തണം, അത് കയറണം. അത് കഴിഞ്ഞാലാണ് നൃത്തങ്ങളും പാട്ടും അത് എല്ലാം ഉഷാറാവുള്ളൂ. സ്വരാജ് റൗണ്ടിലേക്ക് കയറാൻ നമ്മുടെ സിനിമയിൽ പറയുന്ന പോലെ പ്രത്യേക എനർജിയാണ് അല്ലേ? അവിടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വരാജ് റൗണ്ട് നമ്മുടെ തൃശ്ശൂരിന്റെ മാത്രം ഒരു പ്രത്യേകതയാണല്ലോ. അവിടെ കയറി കഴിഞ്ഞാൽ ഡാൻസ് ഒക്കെ കളിക്കാൻ ഇപ്പൊ മാത്രമേ പറ്റുള്ളൂ. ഈ വർഷത്തിലൊരു ദിവസമാണ് സ്വരാജ് റൗണ്ട് ഡാൻസ് ചെയ്യാൻ പറ്റുന്നത്. അത് നമ്മൾ നന്നായിട്ട് നമ്മുടെ ഈ കുട്ടികളേക്കും ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. കുറെ പേരെ പഠിപ്പിച്ചിട്ടുണ്ട്. അച്ഛൻ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടോ? അടിപൊളിയാണ്. അച്ഛന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡാൻസ് ഐറ്റം ഏതാണ്? ക്ലാസിക്കലാണ്. അപ്പൊ ചില്ലറക്കാരനല്ല, ക്ലാസിക്കലും കളിക്കും. നമ്മളെ എല്ലാം കൊണ്ടും ഒന്ന് അതൊരു വലിയൊരു ഒരു എനർജിയാണ് പിള്ളേർക്ക്. കാരണം ഒരു സാധാരണ അച്ഛന്മാരൊക്കെ ഡാൻസ് കളിക്കുമെന്ന് പറയുന്നതേ ഉള്ളല്ലോ. ജെയ്സൺ പറഞ്ഞു പറ്റിക്കുവാണോ? അതെ, തീർച്ചയായിട്ടും. അതെ, നമ്മളിവിടെ പഠിപ്പിക്കുമ്പോൾ ഒരു കൂടുതൽ ഫ്രണ്ട്ലി ആവുകയാണ്. അപ്പോൾ നമ്മൾ കുറേ കോമ്പറ്റീഷൻസ് ആയാലും പള്ളിയുടെ ചിൽഡ്രൻസ് മിനിസ്ട്രി കോമ്പറ്റീഷൻസ് ആയാലും നമ്മൾ നാടോടി നൃത്തം, ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ കൊറിയോഗ്രാഫി ചെയ്ത് പഠിപ്പിച്ചു പോകുന്നുണ്ട്. എല്ലാവരും കൂടെ ചേർത്ത് പിടിക്കാനായിട്ട് ഡാൻസ് ഒരു ഉപാധിയായിട്ട് അച്ഛന്റെ ഒരു വീഡിയോസ് കണ്ടിട്ടുണ്ടോ? പിന്നെ അച്ഛന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. നമ്മള് അച്ഛന്റെ ഒക്കെ ഒരു അടിപൊളി ഡാൻസ് ആണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അച്ഛൻ ഇവിടെ അനുമതി ഇല്ലാതെ അച്ഛൻ തുടങ്ങില്ല എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സ്വരാജ് 100 അടിയും 100 മീറ്റർ അപ്പുറത്തേക്ക് അച്ഛന്റെ പെർഫോമൻസ് കാണാൻ പോവാണ്. ഏതാ അച്ഛന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഒന്ന് പറഞ്ഞേ, വെറുതെ ഒന്ന് റിയാക്ഷൻസ്. കുട്ടികളും ആഗ്രഹിച്ചിരിക്കുക സ്വരാജ് റൗണ്ടിൽ അച്ഛന്റെ ഒപ്പം ഡാൻസ് കളിക്കാനുള്ള അവസരമാണ്.
മത്സരം. അതെ, ഞാൻ പറയട്ടെ, ഞാൻ മാത്രമല്ല തോന്നുന്നു, വേറെ അച്ഛന്മാരൊക്കെയോ ഡാൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കണേ. പല ഇടവകയിൽ ഇതുപോലെ കൊണ്ടുവന്നിട്ട് അവരെയൊക്കെ ഒന്ന് കവർ ചെയ്തോളാം. എവിടെയാണ് അവര് അച്ഛൻ ചൂണ്ടിക്കാണിച്ച് നമ്മൾ കൈകാര്യം ചെയ്തിരിക്കാൻ എനിക്കിനി കാണില്ല, എനിക്ക് ഇവരെ മാത്രമേ ഇനി കാണുള്ളൂ. അല്ല, എനിക്ക് തോന്നുന്നു ഈ ഇങ്ങനെ കലാപരമായിട്ട് പാട്ടുകാർ ഒരുപാട് അച്ഛന്മാരുണ്ട്, നമുക്ക് സ്വാഭാവികമായിട്ടുണ്ട്. നൃത്തം അധികം ആളുകൾക്ക് ഇല്ല. അവരൊക്കെ ഒന്ന് നമ്മൾ സംഘടിപ്പിച്ചൊരു ഗംഭീര ടീം ഉണ്ടാക്കണ്ടേ? ആഗ്രഹമുണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്ലാറ്റ്ഫോം. ഇപ്രാവശ്യം തന്നെ നമ്മൾ ഈ ബോണത്താലേക്ക് അച്ഛന്മാരുടെ ഒരു ടീം സെറ്റ് ഡാൻസ് ആയിട്ട് പോകണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇടവകളിൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നല്ല തിരക്കുകളാണ്. കുമ്പസാരും അതുപോലെ ധ്യാനങ്ങളും അതുപോലെ പുൽക്കൂടിൻ്റെ പണിയും കുറേ പ്രോഗ്രാംസ് പള്ളിയുള്ളത് കൊണ്ട് അച്ഛന്മാരെ കിട്ടിയില്ല. അല്ലെങ്കിൽ നമുക്ക് അച്ഛന്മാരെ മാത്രമായിട്ടൊരു ടീം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു. ഇനി നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം, അങ്ങനെ ചിന്തിക്കാം. സുജയ, ഇപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു 50 മീറ്റർ കടന്നാൽ സ്വരാജ് റൗണ്ടിലേക്ക് കടക്കുകയായി. ഇപ്പൊ മുൻപിൽ ഫ്ലാഗ് ഓഫ് ഒക്കെ പൂർത്തിയായിട്ട് ഇപ്പൊ എല്ലാവരും വിശിഷ്ട അതിഥികൾ ഉൾപ്പെടെയുള്ളവരൊക്കെ അങ്ങോട്ട് കടന്നു കഴിഞ്ഞു. മുൻപിൽ ദൃശ്യമുണ്ട്, നമുക്ക് ജെയ്സൺ ചേട്ടന്റെ ഒരു ഡാൻസും കൂടെ പ്രതീക്ഷിക്കാം കേട്ടോ. ഉറപ്പായിട്ടും ജെയ്സൺ കഴിഞ്ഞ ദിവസം പാട്ട് പാടിയതാണ്. ജെയ്സൺ പാട്ട് പാടിയതാണ്. ജയരാജ് വാര്യർക്കൊപ്പം പാട്ട് പാടി ഇന്നത് അച്ഛന്റെ കൂടെ ഡാൻസ് കളിക്കാൻ പോകുന്നു. ജെയ്സൺ ഒരു ക്രിസ്മസ് പാപ്പയുടെ ഒരു ഉടുപ്പും തൊപ്പിയൊക്കെ വേണമായിരുന്നു. ജെൻസിയും അതൊക്കെ ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതിയത്. രണ്ടുപേരും അതിൽ പറ്റിച്ചു. എന്തായാലും ബോൺനത്താലെ ആരംഭിക്കാൻ പോവുകയാണ്. വലിയ ആവേശത്തിലേക്ക് എല്ലാവരും പോവുകയാണ്. അതിന്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജെയ്സൺ ഡാൻസ് തുടങ്ങുമ്പോഴേക്കും നമ്മൾ തിരിച്ചു വരാം. വളരെ നർമ്മത്തോടുകൂടി കാണുക, എല്ലാത്തിനും വളരെ ഈസി ആയിട്ട് എടുക്കുക. ഹാപ്പിനെസ്, ജോയ്, ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പൊ ദൈവം മനുഷ്യനായി പിറന്നു എന്ന് പറയുന്നത് ഒരു ആഘോഷമാണ്. ഇതൊരു പ്രൊക്ലമേഷൻ കൂടിയാണ് ഞങ്ങളുടെ. അങ്ങനെ സന്തോഷത്തോടു കൂടെ ചെയ്യുന്നു. ഞാൻ ഏറ്റവും എത്ര വേദികളിൽ അച്ഛൻ അവതരിപ്പിച്ചിട്ടുണ്ട് പുറത്തൊക്കെ? എങ്ങനെയാണ് അത്? കുറേ വേദികൾ പോയിട്ടുണ്ട്. കാരണം പണ്ട് തൊട്ട് ഡാൻസർ ആയതുകൊണ്ട് അച്ഛനാവുന്നതിന് മുമ്പ് കുറേ സ്റ്റേജുകളിലൊക്കെ പോയി ഡാൻസ് ചെയ്തിട്ടുണ്ട്. കോമ്പറ്റീഷൻസിനൊക്കെ പോയിട്ട് കലോത്സവങ്ങൾക്കൊക്കെ പോയിട്ടുണ്ട്. അച്ഛനായതിനു ശേഷം ഇടവകയുടെ കോമൺ പ്രോഗ്രാംസ് വരെ, അതിരൂപത ദിനം അങ്ങനെയൊക്കെ വരും. അല്ലെങ്കിൽ ചില ഇടവകകൾ സെപ്പറേറ്റ് ആയിട്ട് വിളിക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ അവിടെയൊക്കെ പോയി ചെയ്തിട്ടുണ്ട്, ഡാൻസുകളൊക്കെ ചെയ്തിട്ട്. ക്രിസ്ത്യൻ ടീമുകൾ മാത്രം കേട്ടോ. നമുക്ക് ബോൺനത്താലയിലേക്ക് വരാം. കുഞ്ഞുങ്ങളൊക്കെ ആവേശത്തിലാണ്. താങ്ക് യു ജെയ്സൺ. ഡാൻസ് തുടങ്ങട്ടെ. നമുക്ക് പാട്ട് വർത്താനല്ല, നമുക്ക് ഡാൻസ് ആണ് കാണേണ്ടത് അച്ഛന്റെ. അതിലേക്ക് തിരിച്ചു വരാം.